പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന്റെ മൂന്നാമത്തെ വ്യാഴാഴ്ചയാണിന്ന്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെ വാക്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നു. ഒന്നാമത്, ഈശോ തന്റെ പീഡാനുഭവ ഉത്ഥാനവും ഒക്കെ 12 ശിഷ്യന്മാരോട് വളരെ സ്വകാര്യമായി പ്രവചിക്കുന്നു, പറയുന്നു. അതേ തുടർന്ന് കാണുന്ന കാര്യം, സബദീപുത്രന്മാര് സ്വർഗത്തിൽ വരാനിരിക്കുന്ന ലോകത്തിൽ വിശിഷ്ട സ്ഥാനങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ചാണ്. പീഡാനുഭവത്തെക്കുറിച്ച് ഈശോ മുൻകൂട്ടി പറഞ്ഞ 3 അവസരങ്ങളിലും ശിഷ്യന്മാരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് എന്നത് ശ്രദ്ധേയമാണ്. ആദ്യം പറയുമ്പോൾ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടി പത്രോസ് ചാടിക്കയറി പറയുന്നു, നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. രണ്ടാമത് പറയുമ്പോൾ സുവിശേഷം പറയുന്നു, കേട്ടിട്ട് അവരൊന്നും പറഞ്ഞില്ല, പക്ഷേ ഇത് കേട്ടപ്പോൾ അവർ അതീവ ദുഃഖിതരായി തീർന്നു. മൂന്നാമത് ഈശോ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് ശ്രദ്ധിക്കാതെ എന്ന രീതിയിൽ ഉടനെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു. സബദീപുത്രന്മാര് സ്വർഗത്തിൽ കിട്ടാനിരിക്കുന്ന സ്ഥാനങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ചോദിക്കുന്നു. നമ്മളും ഈ ശിഷ്യന്മാരെ പോലെയാണോ? ശിഷ്യത്വത്തിൽ വളരുന്നു എന്ന് നമ്മൾ കരുതും തോറും ഈശോയെയും ഈശോ പറയുന്ന കാര്യങ്ങളെയും അതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ പൊരുൾ മനസ്സിലാക്കാതെ പോവുകയും നമ്മുടെ ശ്രദ്ധ ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോവുകയും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഉയർപ്പിന്റെ ആഴ്ചയിലൂടെ കടന്നുപോയി ആ രഹസ്യങ്ങളൊക്കെ ധ്യാനിച്ച് ഈശോയുമായി ബന്ധപ്പെട്ട ചിന്തകൾ കൂടുതൽ മനസ്സിൽ നിൽക്കേണ്ട സമയത്ത് ഇതെല്ലാം കഴിഞ്ഞു വന്നിരിക്കുന്ന നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കാണോ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യാൻ ഒന്നാമതായി ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നു. രണ്ടാമത് നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സബദീപുത്രന്മാർ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം ചോദിക്കുന്നു ഈശോയുടെ രാജ്യം വരുമ്പോൾ. ഭൂമിയിലെ ഏതാണ്ട് വലിയ സ്ഥാനമാനങ്ങളുടെ ഒരു രീതിയിൽ തന്നെയാണ് ഇവര് സ്വർഗത്തിലുള്ള സ്ഥാനങ്ങളെയും കണ്ടത്. നമ്മുടെ ഒരു ചിന്താഗതിയും ആ രീതിയിലാണോ? സ്വർഗത്തിൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളുടെ ഒരു കണ്ണോടെ കാഴ്ചപ്പാടോടെയാണോ നമ്മൾ കാണുന്നത്? അതെയോ ഈശോയിൽ ആനന്ദിക്കുന്നതാണ്, ഈശോയോട് കൂടെ ആയിരിക്കുന്നതാണ് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? സ്വർഗത്തിന്റെ മഹിമകളെ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളുടെ കണ്ണുകൊണ്ട് കാണാതിരിക്കാനുള്ള വലിയ അനുഗ്രഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉയർപ്പിന്റെ മഹിമയിലൂടെ നടത്തുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം നൽകുന്നു. കർത്താവെ, അങ്ങ് 12 ശിഷ്യന്മാരോട് വളരെ സ്വകാര്യമായി പറഞ്ഞത്, വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞത് അവർക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ പറ്റിയില്ല. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടുന്ന ഉപദേശങ്ങൾ ഓരോ ദിവസവും അങ്ങ് പരിശുദ്ധ കുർബാനയിലൂടെ തിരുവചനത്തിലൂടെ നൽകുന്നതിനെ ഗൗരവമായി എടുക്കാതെ പോകുന്ന ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കി ഉയർപ്പിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.